കോവയ്ക്ക പടന്ന് കിടക്കണണ്ട ടെറസിൻ്റെ മുകളിലാണ് കേട്ടാ. ഇത്രയും പടർന്ന് കിടക്കുകയാണ് കേട്ടാ. കണ്ടില്ലേ കണ്ടില്ലേ അങ്ങേയറ്റം ഇങ്ങേയറ്റം കണ്ടില്ലേ ഇങ്ങനെയാണ് പടർത്തിയിട്ടേക്കണം. കണ്ടല്ല അവൾക്ക് എനിക്ക് കണ്ടില്ലെന്ന് പറയരുത്. ഇഷ്ടം പോലെ പൂവുണ്ട്. തണ്ടുകളൊക്കെ കണ്ട അങ്ങേയറ്റം 2200 സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ മുകളിൽ വീട്. അപ്പോൾ അതിൻ്റെ വീടിൻ്റെ മുകളിലാണ് ഇത്രയും നിങ്ങൾ കാണുന്നത്. കണ്ടില്ലേ. ഇപ്പോൾ ഞാൻ പറിച്ച് ഇപ്പോൾ സന്ധ്യ നേരത്ത് വൈകിട്ട് വന്നിട്ട് പറിച്ച് കണ്ടില്ലേ പൂ ഇഷ്ടം പോലെ പൂ. അങ്ങേറ്റം ഇങ്ങേറ്റം പൂവേ ഉള്ളൂ. കായും ഉണ്ടായിരുന്നു. പറിച്ച് ഇപ്പോൾ കാണിച്ചു തരാം. വീട്ടിൻ്റെ സൈഡിലൊക്കെ ആക്കിയിട്ടുണ്ട്. എല്ലാത്തിൽ നിന്നും പറിച്ച കാണിച്ചു തരാം. കണ്ടില്ലേ പൂ കണ്ടില്ലേ. സന്ധ്യ നേരത്താണിത് വിരിയണത് പൂ കൂടുതൽ. അങ്ങേയറ്റത്ത് കണ്ടോ ഫുള്ളാ കോവയ്ക്ക. ഇതിൻ്റെ ഒറ്റ ചുവടാണ് താഴെയാണ് കൊടുത്തേക്കുന്നത്. കുറേ വർഷങ്ങളായി നട്ടിട്ട് ഇവിടെ ഒന്നും ചെയ്യില്ല. അതിൻ്റെ താഴെ ചെയ്യണ വളം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഉള്ളവരാരും ഒരു വളവും ചെയ്യില്ല. ഞാൻ വരുമ്പോഴാണ് അതിന് വളം കൊടുക്കുന്നത്. വളം ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. കറ്റാർ വാഴ ഞാൻ ടെറസിൻ്റെ മുകളിൽ നടാനായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം അതവിടെ ഇരിക്കുന്നു. അപ്പം നമ്മളെ കോവയ്ക്ക ഇപ്പം പറിച്ചതാണ്. 3 ദിവസം കൂടുമ്പോൾ പറിക്കും. കണ്ടില്ലേ. അപ്പം ഞാൻ ഇവിടെ വരുമ്പോൾ ചെയ്യണം എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ കടയുണ്ട്. കടയിൽ പച്ചക്കറിയുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ വേസ്റ്റുകളെല്ലാം ബക്കറ്റിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പോകും. വരുമ്പോൾ എടുത്തൊഴിക്കും. അതാണ് വളം ചെയ്യണം. വേറെ ഒരു വളവും ചെയ്യില്ല. അവരാരും എൻ്റെ മുട്ടിലോട്ട് തിരിഞ്ഞ് നോക്കുകയില്ല. കണ്ടില്ലേ. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം ഇപ്പോൾ വന്നപ്പോൾ ഇത്രയും കിട്ടിയതിൽ. 3 പറിക്കും. പിള്ളേർ വന്ന് പറിക്കും. ഇപ്പോൾ പിള്ളേരാണ് എന്നെ കൊണ്ട് കയറി വന്നത്. വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ കൂടെ വന്ന് പറിച്ചത്. കണ്ടില്ലേ. ഇതേപോലെ കിട്ടി എന്താണ് നഷ്ടം? ഒരു നഷ്ടമില്ല കേട്ടോ. അപ്പോൾ ചുവട് താഴെ കൊടുക്കുക, പടർത്തി പന്തൽ മുകളിലിട്ട് വളർത്തിയെടുക്കുക. ഇതുപോലെ പറിക്കാം. ഓക്കെ താങ്ക് യു.